ഹലോ സ്റ്റുഡൻസ്, എൽ ഹോസ്പിറ്റൽസ് റൂൾ 2-ന്റെ പാർട്ട് ബിയിലേക്ക് നമുക്ക് പോകാം. അവിടെ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സിന്റെ എയിലെ റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് രണ്ട് പോസിബിലിറ്റീസ് ആണ് പറയുക, പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇത് പ്ലസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് പ്ലസ് ഇൻഫിനിറ്റി എന്ന് പ്രൂവ് ചെയ്യണം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് മൈനസ് ഇൻഫിനിറ്റി ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ രണ്ട് പ്രൂഫാണ് വേണ്ടത്. അതിൽ പ്ലസ് ഇൻഫിനിറ്റിയുടെ പ്രൂഫ് നമ്മൾ കൊടുക്കും, മൈനസ് ഇൻഫിനിറ്റിയുടേത് സിമിലർ ആയിട്ട് പ്രൂവ് ചെയ്യാം എന്നൊരു ആർഗ്യുമെന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ പാർട്ട് വിയിലെ എൽ ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുന്ന ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് ബൈ ജി ഡാഷ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ബൈ ജിയും ഇൻഫിനിറ്റി ആകും എന്നുള്ളതിന്റെ പ്രൂഫാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത്. പ്രൂഫ് ഓൾമോസ്റ്റ് നമുക്ക് പഴയതിന്റെ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ എക്ക് അടുത്തുനിന്ന് എയുടെ നെയ്ബർഹുഡിൽ നിന്ന് പോയിന്റ്സ് എടുക്കുമ്പോൾ എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എയുടെ നെയ്ബർഹുഡിൽ നിന്ന് റൈറ്റ് ലിമിറ്റാണ് പറയുന്നത്. അപ്പോൾ എയുടെ നെയ്ബർഹുഡിൽ നിന്ന് എയുടെ റൈറ്റിൽ നിന്ന് പോയിന്റ്സ് എടുക്കുമ്പോൾ എക്ക് അടുത്തുനിന്നാണ്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് എക്ക് റൈറ്റില് അധികം മൂവ്മെന്റ് ഒന്നും ഇല്ല, സി വരെ എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓപ്പൺ ഇന്റർവൽ എ സിയിൽ നിന്ന് പോയിന്റ് എടുക്കുമ്പോൾ പോയിന്റിനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു. എടുക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര വലിയ നമ്പർ തന്നാലും, വലിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എം 1-നേക്കാൾ വലുതാണ് എന്ന് അസ്യൂം ചെയ്യാം. ഗിവൺ എം ഗ്രേറ്റർ ദാൻ 1, C element of A, there exists C element of open interval AB such that for U element of open interval AC, F dash U by G dash U, F dash U by G dash U, എയുടെ റൈറ്റില് എക്ക് അടുത്ത് റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് ഏത് വലിയ നമ്പർ എന്തെന്നാലും എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ഇൻഫിനിറ്റ് ആകാൻ പോവാ. ആ നമ്പറിനേക്കാളും ഏത് വലിയ നമ്പർ എന്തെന്നാലും അതിനേക്കാൾ വലുതാകുന്ന എക്ക് അടുത്ത് നമുക്ക് എക്ക് അടുത്ത് എന്ന് തീരുമാനിക്കാൻ നമ്മളൊരു സി എക്ക് റൈറ്റിൽ ഫിക്സ് ചെയ്യുന്നു. ആ ഇന്റർവെല്ലിൽ നിന്ന് പോയിന്റ് യു എടുത്താൽ ഇത് സാധിക്കും എന്ന് നമ്മൾ പറയുന്നു, നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെ. എയുടെ നെയ്ബർഹുഡിൽ എക്ക് റൈറ്റിൽ അതൊക്കെ ഉറപ്പിക്കാനാണ് സി നമ്മൾ റൈറ്റിൽ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് എക്ക് അടുത്തുള്ള പോയിന്റ്സ് യു എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ സി സാറ്റിസ്ഫൈസ് എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ഗ്രേറ്റർ ദാൻ എം ഫോർ ഓൾ യു എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ സി. ഇതിനടുത്ത് ഏത് പോയിന്റ് എടുത്താലും ഈ ലിമിറ്റ് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് എത്ര വലിയ എം തന്നാലും അതിനേക്കാളും വലുത് ഈ ഫംഗ്ഷന്റെ എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ അതിനേക്കാളും വലുതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെൻ ബൈ കോഷി മീൻ വാല്യൂ തിയറം എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു എന്ന് പറയുന്നത് ഈ എ സിയിലെ രണ്ട് പോയിന്റ്സ് ആൽഫയും ബീറ്റയും എടുക്കുമ്പോൾ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ സി. എ സിയിലെ രണ്ട് പോയിന്റ്സ് ആൽഫ ബീറ്റ എടുക്കുമ്പോൾ എ ബിയിൽ തന്നെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഇവിടെയും ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂറ്റി ഒക്കെ ഉണ്ട്. കോഷി മീൻ വാല്യൂ തിയറത്തിന്റെ കണ്ടീഷൻസ് ഫോളോ ചെയ്യും. സോ വി ക്യാൻ റീപ്ലേസ് എഫ് ഡാഷ് യു ബൈ ജി ഡാഷ് യു ബൈ ഈ ക്ലോസ്ഡ് ഇന്റർവൽ ആൽഫ ബീറ്റയിൽ നമ്മൾ കോഷി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് ബീറ്റ മൈനസ് എഫ് ഓഫ് ആൽഫ, ഇതൊക്കെ നേരത്തെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്, ഡിവൈഡഡ് ബൈ ജി ബീറ്റ മൈനസ് ജി ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ എം എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഫോർ എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ സി. ഇനി നമുക്ക് ജി എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് ജി എക്സ് പ്ലസ് ഇൻഫിനിറ്റി ആണെന്നുള്ള അസംഷനിലാണ് നമ്മളിപ്പോൾ പ്രൂഫ് കൊടുക്കുന്നത്. മൈനസ് ഇൻഫിനിറ്റിക്ക് അതുപോലെ കൊടുക്കാവുന്നുള്ളൂ. ജി എക്സ് പ്ലസ് ഇൻഫിനിറ്റി ആണ് എന്ന് അസ്യൂം ചെയ്തു. എക്ക് റൈറ്റിലെ പോയിന്റ് ആണ് സി, എക്ക് റൈറ്റിലെ അടുത്തുള്ള പോയിന്റ് ആണ്. സോ ജി സി എന്ന് പറയുന്നത്, അപ്പോൾ എയിലെ റൈറ്റ് ലിമിറ്റ് ഇൻഫിനിറ്റ് ആണ്. അപ്പൊ എക്ക് തൊട്ടടുത്തുള്ള എയിലെ റൈറ്റിലെ പോയിന്റ് ആണ് സി. സോ ജി സി ഇനി ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. എയിലെ റൈറ്റ് ലിമിറ്റ് തന്നെ ഇൻഫിനിറ്റ് ആണ്, പോസിറ്റീവ് ഇൻഫിനിറ്റ് ആണ്. സോ ജി സി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ജി സി എ സി ഫോം ചെയ്യാൻ ഉപയോഗിച്ച എക്ക് റൈറ്റിലെ പോയിന്റ് ആണ്. അതുകൊണ്ട് ജി സി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാം. ഇനി ജി എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ ജി എക്സ് ഡിനോമിനേറ്ററിൽ വരുന്ന കേസസ് എന്നുള്ള നിലയിൽ നമുക്ക് രണ്ട് വാല്യൂസ് ഇവിടെ എഴുതുന്നുണ്ട്. മോഡുലസ് ഓഫ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ. ഇതിന്റെ ലിമിറ്റ് ആണ് ശരിക്കും ആൽഫ ടെൻസ് ടു എ പ്ലസിൽ പറയുന്നത്. വേറെ ഒരെണ്ണം
ജി സി ബൈ ജി ആൽഫയാണ്. ജി സി ബൈ ജി ആൽഫ. ഈ രണ്ട് വാല്യൂസിനെ പറ്റി നമ്മളൊരു കൺക്ലൂഷൻ പറയുന്നു. ഇവിടെ ജി സി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്ക് റൈറ്റിലെ പോയിന്റ് ആണ് സി. എയിലെ റൈറ്റ് ലിമിറ്റ് ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് ജി സി നെഗറ്റീവ് ആവാൻ ഒരു സാധ്യതയില്ല. ജി സി പോസിറ്റീവ് ആണ്. ജി സി പോസിറ്റീവ് ആയതുകൊണ്ട് ജി ആൽഫ ഇൻഫിനിറ്റിലേക്കും പോകുന്നു. ആൽഫ ടെൻസ് ടു എ പ്ലസിൽ ജി സി ബൈ ജി ആൽഫ ഇത് ഇൻഫിനിറ്റിലേക്ക് പോകുന്നു. ജി സി പോസിറ്റീവ് ആണ്, ഫൈനൈറ്റ് ആണ്. സോ ദിസ് ക്വാണ്ടിറ്റി ടെൻസ് ടു 0. ടെൻസ് ടു 0 ആണ്. ജി സി പോസിറ്റീവ് ആണ്. അപ്പോൾ 0യിലേക്ക് പോകുന്നതിന് അതിന് നെഗറ്റീവ് ഇല്ല. സോ ദിസ് ഇസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. 0 ലെസ് ദാൻ ജി സി പോസിറ്റീവ് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ജി സി ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് 0 ലെസ് ദാൻ ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഇനി നമുക്കതിനെ 1/2 വളരെ ചെറുതാ, 0യ്ക്ക് അടുത്തേക്ക് പോകുന്നു. അതുകൊണ്ട് നമുക്ക് 1/2 ചെറുതായിട്ട് ഈ വാല്യൂവിനെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 0യ്ക്ക് അടുത്ത് പോസിറ്റീവ്, അതുകൊണ്ട് 0യ്ക്കും 1/2 അടയ്ക്കും. അതുപോലെ എഫ് സിയെ പറ്റി പറയുമ്പോൾ ലിമിറ്റ് ജി എക്സ് ഇൻഫിനിറ്റ് ആയതുകൊണ്ടാണ് ജി സി പോസിറ്റീവ് എന്ന് പറയാൻ പറ്റിയത്. അപ്പോൾ ലിമിറ്റ് എഫ് എക്സ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എഫ് സി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആകാം എഫ് സി, ബട്ട് മോഡുലസ് ഈസ് പോസിറ്റീവ്. എഫ് സിയെ പറ്റി ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മോഡുലസ് എഫ് സി എഴുതുന്നത്. പക്ഷെ ഇവിടെയും ജി ആൽഫയുടെ ഡിനോമിനേറ്റർ ജി എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഇത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അസ് ആൽഫ ടെൻസ് ടു എ പ്ലസ് ആൽഫ എയുടെ റൈറ്റിൽ ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ട് ക്വാണ്ടിറ്റീസും വളരെ ചെറുതായിട്ട് കിട്ടും. വളരെ ചെറുതാണെങ്കിൽ 1/2 താഴെയായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് പോസിറ്റീവ് ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് 0യ്ക്കും 1/2 അടയ്ക്കാന്ന് പറയാൻ പറ്റി. ഇത് പോസിറ്റീവ് ആണെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ മോഡുലസ് എടുത്തു. മോഡുലസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2 എന്ന് നമുക്ക് പറയാം. ഇനി ഒരു ക്വാണ്ടിറ്റിയുടെ മോഡുലസ് മോഡെ ലെസ് ദാൻ സി എന്നുള്ളതിന് നമ്മൾ പറയാറുണ്ട് മൈനസ് സിക്കും സിക്കും ഇടയ്ക്കാണ് എയുടെ വാല്യൂ. മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി. അപ്പോൾ ഇതിന്റെ കേസിൽ അത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നുണ്ട്. ജി ആൽഫ പോസിറ്റീവ് ആണല്ലോ, അപ്പൊ പിന്നെ ഈ മോഡുലസ് വെച്ചിട്ട് -1/2നും 1/2നും ഇടയ്ക്കാണ് നമ്മൾ ഈ പറയുന്ന മോഡുലസ് ഇല്ലെങ്കിൽ എഫ് സി ബൈ ജി ആൽഫയുടെ വാല്യൂ. ഇത് നമുക്ക് പിന്നീട് ഒരു സമയത്തേക്ക് ആവശ്യം വരുന്നുണ്ട്. അത് നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടില്ല, പിന്നെ അതങ്ങ് ഉപയോഗിക്കുക ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. അപ്പൊ ഈ മോഡ് എ ലെസ് ദാൻ സി എന്നുള്ളതിന് എ മൈനസ് സിക്കും പ്ലസ് സിക്കും ഇടയ്ക്കാണ് എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അതാണ് നമ്മൾ മോഡ് എഫ് സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2 -1/2നും 1/2നും ഇടയ്ക്കാണ് എന്ന് പിന്നീട് ഒരു സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ഈ എക്സ്പ്രഷനിൽ ബീറ്റയ്ക്ക് പകരം നമ്മൾ സി എന്ന് കൊടുക്കുന്നു. അപ്പോൾ എഫ് സി മൈനസ്, അത് നേരത്തെ ചെയ്തതാ കഴിഞ്ഞ പാട്ടിലും, മൈനസ് എഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ ഗ്രേറ്റർ ദാൻ എം. അതിന്റെ കണ്ടീഷൻസ് ഉണ്ട്. എ ലെസ് ദാൻ ആൽഫ ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ സിയിലാണ് അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു. ദെൻ വി മൾട്ടിപ്ലൈ വിത്ത് 1 മൈനസ് ജി സി ബൈ ജി ആൽഫ. 1 മൈനസ് ജി സി ബൈ ജി ആൽഫ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എഫ് സി മൈനസ് എഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ ഇൻറ്റു 1 മൈനസ് ജി സി ഡിവൈഡഡ് ബൈ ജി ആൽഫ. 1 മൈനസ് ജി സി ബൈ ജി ആൽഫ എന്ന് പറയുന്നത് 1/2 താഴെയാണ്. അപ്പോൾ 1 മൈനസ് 0യ്ക്കും 1/2നും ഇടയ്ക്കാണ്. 1 മൈനസ് ജി സി ബൈ ജി ആൽഫ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ശരിക്കും 1/2നേക്കാൾ വലുതാണ്. ജി സി ബൈ ജി ആൽഫ 1/2 താഴെയാണ്. 1 മൈനസ് ഇത് കൊടുക്കുമ്പോൾ 1/2നേക്കാൾ വലുതാണ്, ഗ്രേറ്റർ ദാൻ 1/2. ദിസ് ക്വാണ്ടിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1/2. ഇത് 1/2നേക്കാൾ വലുതാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ. ഇത് 1/2നേക്കാൾ വലുതായ ഒരു ക്വാണ്ടിറ്റി കൊണ്ടാണ് ഇനിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1/2നല്ല പ്രാധാന്യം, അതൊരു പോസിറ്റീവ് നമ്പർ ആണ്. അന്ന് ഉറപ്പിക്കാനാണ് നമ്മൾ എഫ് സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2, 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2, 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ 1/2 എ പോസിറ്റീവ് നമ്പർ. പോസിറ്റീവ് നമ്പർ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇനിക്വാളിറ്റി അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. അത്രേ ഉള്ളൂ ഗ്രേറ്റർ ദാൻ 1/2 എന്നുള്ളതിന്റെ പ്രാധാന്യം. നൗ വി സിംപ്ലിഫൈ ദിസ് ടൈം 1 മൈനസ് ജി സി ബൈ, മറ്റേ ടൈം അതേപോലെ തന്നെ നമുക്ക് നിർത്താം. എഫ് സി മൈനസ് എഫ് ആൽഫ ഡിവൈഡഡ് ബൈ ജി സി മൈനസ് ജി ആൽഫ ഇൻറ്റു, ഇതിൽ കോമൺ ഡിനോമിനേറ്റർ ജി ആൽഫ എടുക്കുന്നു. കഴിഞ്ഞ കേസിലും ഇതേ സിംപ്ലിഫിക്കേഷൻ നമ്മൾ വർക്ക് ചെയ്തതാണ്. ജി ആൽഫ മൈനസ് ജി സി, അത് നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്നും കൂടി കരുതിയാണ് ഞാനിത് എഴുതുന്നത്. ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു 1 മൈനസ്, ഇവിടെ മാറ്റമൊന്നും വരുത്തുന്നില്ല, ജി സി ബൈ ജി ആൽഫ എന്ന് നമുക്ക്
എഴുതാം. ഇവിടെ ക്യാൻസലേഷൻ്റെ ഒന്നും പോസിബിലിറ്റി ഇല്ല, അതുകൊണ്ട് അതിനെ അതേപോലെ തന്നെ നിർത്തിയാൽ. അപ്പം ജി ആൽഫ മൈനസ് ജി സി മൈനസ് ജി ആൽഫ ഇത് തമ്മിൽ കട്ട് ചെയ്തു. കട്ട് ചെയ്തപ്പം ഒരു സൈനിന്റെ ഡിഫറൻസ് ഉണ്ട്, ജി ആൽഫ മൈനസ് ജി സി. ആ സൈൻ നമുക്ക് മൈനസ് സൈൻ നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. അപ്പോൾ അതിനെ നമുക്ക് മൈനസ് സൈൻ കൊടുത്ത് തിരിച്ചെഴുതാം. ഇതാണ് കഴിഞ്ഞ തവണയും ചെയ്തത്. എഫ് ആൽഫ പാർട്ട് എയിലും ഇത് തന്നെയായിരുന്നു അവിടെ പറഞ്ഞിരുന്ന സിംപ്ലിഫിക്കേഷൻ. എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലൈ ചെയ്തതും 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ഉണ്ടായിരുന്നു അവിടെ. എഫ് ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ മൈനസ് സൈൻ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്തു. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ജി ആൽഫ മാത്രം ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ എം ഇൻറ്റു രണ്ട് പാർട്ടിലേക്കും ഈ കാര്യം ഉപകരിക്കും. എം ഇൻറ്റു 1 മൈനസ് ജി സി ബൈ ജി ആൽഫ എന്ന് നമുക്ക് എഴുതാം. ഇനി മുമ്പ് തന്നെ നമ്മൾ 1 മൈനസ് ജി സി ബൈ ജി ആൽഫയെ പറ്റി ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജി സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2, 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ 1/2. 1 മൈനസ് ജി സി ബൈ ജി ആൽഫ ഇവിടെ ഉണ്ട്, ഗ്രേറ്റർ ദാൻ 1/2 ഇവിടെ ഉപയോഗിച്ചാൽ ദിസ് ക്യാൻ ബി കണ്ടിന്യൂഡ് ആസ് ഗ്രേറ്റർ ദാൻ 1 മൈനസ് ജി സി ബൈ ജി ആൽഫയ്ക്ക് പകരം 1/2 ഉപയോഗിക്കുക, ഗ്രേറ്റർ ദാൻ 1/2 എം. ഇതിന് പകരം 1/2. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ 1/2 എം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എഫ് ആൽഫ ഇനി ആദ്യത്തെ അവസാനത്ത് നമ്മൾ ബന്ധപ്പെടുത്തുന്നുള്ളൂ. മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എം എന്നാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എഫ് ആൽഫ ബൈ ജി ആൽഫ മൈനസ് എഫ് സി ഡിവൈഡഡ് ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ 1/2 എം എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ എഫ് ആൽഫ ബൈ ജി ആൽഫയെ പറ്റി ഇപ്പോൾ പറയാറായി. എഫ് ആൽഫ ബൈ ജി ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1/2 എം പ്ലസ് എഫ് സി ബൈ ജി ആൽഫ എന്ന് വേണമെങ്കിലും ഇതിനെ എഴുതാം. എഫ് ആൽഫ ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ 1/2 എം പ്ലസ് എഫ് സി ബൈ ജി ആൽഫ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി എഫ് സി ബൈ ജി ആൽഫ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, മോഡ് എഫ് സി ബൈ ജി ആൽഫ ലെസ് ദാൻ 1/2. മോഡ് എ ലെസ് ദാൻ സി എന്നുള്ളത് മൈനസ് സിക്കും സിക്കും ഇടയ്ക്ക് എ കിടക്കും എന്ന് പറയുന്ന പോലെ എഫ് സി ബൈ ജി ആൽഫയുടെ വാല്യൂ മൈനസ് 1/2നും 1/2നും ഇടയ്ക്ക് കിടക്കും. ഇതിൽ ഒരു പാർട്ടാണ് നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ. എഫ് സി ബൈ ജി ആൽഫ ഇത്രയും ഗ്രേറ്റർ ദാൻ മൈനസ് 1/2 എന്ന് പറയാം. എഫ് സി ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ മൈനസ് 1/2 എന്ന് പറയാം. അത് ഇവിടേക്ക് ഉപയോഗിച്ചാൽ നമ്മളുടെ ഇനീക്വാളിറ്റിയെ എഫ് ആൽഫ ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ 1/2 എം എഫ് സി ബൈ ജി ആൽഫ. മോഡ് എഫ് സി ബൈ ജി ആൽഫയെ പറ്റിയായിരുന്നു നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ മോഡുലസ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് മൈനസ് 1/2നും 1/2നും ഇടയ്ക്കാണ് എഫ് സി ബൈ ജി ആൽഫയുടെ വാല്യൂ എന്ന് നമുക്ക് എഴുതാം. അതിലെ ഒരു പാർട്ടേ നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ, എഫ് സി ബൈ ജി ആൽഫ ഗ്രേറ്റർ ദാൻ മൈനസ് 1/2. അപ്പോൾ ഇതിന് പകരം ഗ്രേറ്റർ ദാൻ ഇനീക്വാളിറ്റി തന്നെ ഫോളോ ചെയ്തോളൂ, മൈനസ് 1/2 എന്ന് എഴുതാം. ഓർ എഫ് ആൽഫ ബൈ ജി ആൽഫ ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ഇൻറ്റു എം മൈനസ് 1/2 കോമൺ ആയിട്ട് എടുത്തത്. അതാണ് ഇവിടെ ലാസ്റ്റ് ബുക്കിൽ കിട്ടിയിരിക്കുന്ന ഇനീക്വാളിറ്റി. ഫോർ ആൽഫ എലമെന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ സി. എയുടെ റൈറ്റിൽ സി എക്ക് അടുത്തുള്ള പോയിന്റ് ആണ്. എയുടെ റൈറ്റിലെ സ്മോൾ നെയ്ബർഹുഡിൽ എഫ് ആൽഫ ബൈ ജി ആൽഫ ഏത് പോസിറ്റീവ് നമ്പർ എം ഗ്രേറ്റർ ദാൻ 1 തന്നാലും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ നമ്പറിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് എത്ര വലിയ നമ്പർ തന്നാലും അതിനേക്കാൾ വലുതായി നമുക്ക് എഫ് ആൽഫ ബൈ ജി ആൽഫയെ സെറ്റ് ചെയ്യാൻ. ഇവിടെ എം തന്നെ വരണമെന്നൊന്നുമില്ല, 1/2 ഇൻറ്റു എം മൈനസ് 1 എന്ന് പറയുന്നത് ഏത് പോസിറ്റീവ് നമ്പറിനെയും അങ്ങനെയുള്ള ഒരു ഫോമിൽ നമുക്ക് എഴുതാം. സോ ഗിവൺ എനി പോസിറ്റീവ് നമ്പർ എം എന്ന് തന്നെ അതിന് പേര് വിളിക്കണമെന്നില്ല. Given any positive number f alpha by g alpha greater than that positive number in a small neighborhood of a towards the right of a. So limit alpha tends to x tends to a plus f alpha tends to f alpha by g alpha, x tends to a plus fx by gx. Alpha ilekku മാറാനുണ്ടായ കാരണം നമുക്കറിയാം കോഷി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാൻ ആൽഫ ബീറ്റ ക്ലോസ്ഡ് ഇന്റർവൽ ഉപയോഗിക്കാൻ വേണ്ടി ആണ് നമ്മൾ ആൽഫ എന്നുള്ള ഒരു വേരിയബിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ആൽഫ ടെൻസ് ടു എ പ്ലസ് എഫ് ആൽഫ ബൈ ജി ആൽഫ ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നാണ് ഇവിടെ നിന്നാണെങ്കിൽ ഡയറക്റ്റ് എഴുതേണ്ടത്. ആ ആൽഫ മാറി എക്സ് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഡാഷ് എക്സ് ബൈ ജി ഡാഷ് എക്സ് മൈനസ് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് എക്സ് ബൈ ജി എക്സ് മൈനസ് ഇൻഫിനിറ്റി എന്ന തിയറത്തിന്റെ പാർട്ട് ബിയിൽ പറയുന്നത് പോലെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മൈനസ് ഇൻഫിനിറ്റിയുടെ കേസ് ചെയ്തിട്ടില്ല. പ്ലസ് ഇൻഫിനിറ്റിയുടെ എൽ ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റിയുടെ കേസാണ് ചെയ്തത്. എൽ ഈക്വൽ ടു ഇൻഫിനിറ്റിയുടെ കേസ് ചെയ്തു. എൽ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇതുപോലെ ആർഗ്യൂ ചെയ്താൽ ചെയ്യാം. അങ്ങനെ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു.